നമസ്കാരം. പ്രീവിയസ് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ് തുടരുകയാണ്. ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷ എഴുതുന്ന എല്ലാ പരീക്ഷാർത്ഥികളെയും സർവീസ് ട്രാക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്വസ്റ്റ്യൻ: പറ്റേണിറ്റി ലീവ് ക്യാൻ ബി അവൈൽഡ്. പറ്റേണിറ്റി ലീവ് പ്രയോജനപ്പെടുത്താം ഡാഷ്. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കണം. KSR പാർട്ട് 1 റൂള് 102(b)യിലാണ് പറ്റേണിറ്റി ലീവിനെ പറ്റി പ്രതിപാദിക്കുന്നത്. സംസ്ഥാന സർക്കാർ പുരുഷ ജീവനക്കാർക്ക് ഭാര്യയുടെ ഡെലിവറിക്ക് 10 ദിവസം വരെ പൂർണ്ണ ശമ്പളത്തോടെ അനുവദിക്കുന്ന അവധിയാണ് പറ്റേണിറ്റി ലീവ്. ഡെലിവറി ഡേറ്റിന് മുമ്പോ ഡെലിവറി ഡേറ്റിന് ശേഷം 3 മാസത്തിനുള്ളിലോ 10 ദിവസം വരെ പറ്റേണിറ്റി ലീവ് അനുവദിക്കും. അതുപോലെ പ്രതീക്ഷിക്കുന്ന അഥവാ കൃത്യമായ ഡെലിവറി ഡേറ്റ് കാണിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. ഇനി ചോദ്യത്തിലേക്ക് പോകാം. Here the correct answer is option B, before 10 days or within 90 days from the date of delivery. അടുത്ത ചോദ്യം സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റുമായി ബന്ധപ്പെട്ടതാണ്. ചോദ്യം: മാക്സിമം നമ്പർ ഓഫ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് അഡ്മിസിബിൾ ഫോർ ആൻ LDC. ഒരു LDCക്ക് അനുവദിക്കാവുന്ന മാക്സിമം നമ്പർ ഓഫ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ്. 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കണം. സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് പേ സ്കെയിലിന്റെ പരമാവധിയിൽ എത്തിക്കഴിഞ്ഞാലും അവസാനത്തെ ഇൻക്രിമെന്റ് നിരക്കിൽ അനുവദിക്കുന്ന ഇൻക്രിമെന്റാണ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ്. 5 സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റാണ് നിലവിൽ അനുവദിക്കുന്നത്. ആദ്യത്തെ 4 ആനുവലും 5-മത്തെ ബൈനിയലുമാണ്. 2019 പേ റിവിഷൻ പ്രകാരം മാസ്റ്റർ സ്കെയിലിന്റെ പരമാവധി 1,66,800 പേ കൂടിയാൽ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് അനുവദിക്കില്ല. So here the correct answer is option D, 5. അടുത്ത ചോദ്യം ഫുൾ അഡീഷണൽ ചാർജുമായി ബന്ധപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻ: ഇൻ ദ കേസ് ഓഫ് ഫുൾ അഡീഷണൽ ചാർജ് അലവൻസ് ഈസ് ഗ്രാൻഡഡ് അറ്റ് ദ റേറ്റ് ഓഫ്. ഫുൾ അഡീഷണൽ ചാർജിന്റെ കേസിൽ ചാർജ് അലവൻസ് അനുവദിക്കുന്ന റേറ്റ് ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കാം. ചാർജ് അലവൻസ് അനുവദിക്കുന്ന വ്യവസ്ഥ പ്രധാനപ്പെട്ടത് നമുക്കൊന്ന് പരിശോധിക്കാം. 14 ദിവസത്തിൽ കൂടുതൽ ഫുൾ അഡീഷണൽ ചാർജ് വഹിച്ചാൽ മാത്രമേ ചാർജ് അലവൻസിന് അർഹതയുള്ളൂ. അഡീഷണൽ ചാർജ് വഹിച്ച പോസ്റ്റിന്റെ സ്കെയിൽ ഓഫ് പേയുടെ മിനിമത്തിന്റെ 4% സ്പെഷ്യൽ അലവൻസ് ആയി അനുവദിക്കും. ചാർജ് അലവൻസ് സ്പെഷ്യൽ അലവൻസ് ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Here the correct answer is option B, 4% of the minimum scale of pay of the post in which additional charge is performed. അടുത്ത ചോദ്യം ഇൻ ദ കേസ് ഓഫ് റിക്വസ്റ്റ് ട്രാൻസ്ഫർ. റിക്വസ്റ്റ് ട്രാൻസ്ഫർ കേസിൽ 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അനുയോജ്യമായത് തിരഞ്ഞെടുക്കണം. റിക്വസ്റ്റ് ട്രാൻസ്ഫർ പബ്ലിക് സർവീസ് ഇൻട്രസ്റ്റ് പ്രകാരമല്ല നടത്തുന്നത്. അതുകൊണ്ട് തന്നെ റിക്വസ്റ്റ് ട്രാൻസ്ഫറിന് ജോയിനിങ് ടൈമും ജോയിനിങ് ടൈം പേയും
അനുവദിക്കില്ല. എന്നാൽ ആക്ച്വൽ ജേർണി ടൈം അനുവദിക്കും. So here the correct answer is option B. No preparation time is allowed. Only journey time is allowed. അടുത്ത ചോദ്യം DCRGയുമായി ബന്ധപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻ: DCRG can be allowed for a maximum service period of. പരമാവധി DCRG ലഭിക്കാൻ കണക്കാക്കുന്ന പരമാവധി സർവീസ്. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. KSR പാർട്ട് 3 റൂൾ 68 പ്രകാരം ഓരോ പൂർത്തിയാക്കിയ വർഷത്തെ സർവീസിനും 1 മാസത്തെ വേതനത്തിൻ്റെ പകുതി എന്ന നിരക്കിലാണ് DCRG അനുവദിക്കുന്നത്. പരമാവധി DCRGക്ക് പരിഗണിക്കുന്ന പരമാവധി സർവീസ് 33 വർഷമാണ്. എന്നാൽ DCRG ലഭിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ സർവീസ് 5 വർഷമാണ്. So here the correct answer is option A, 33 years. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ: Which among the following is an ordinary leave? തന്നിരിക്കുന്നതിൽ സാധാരണ ലീവ് ഗണത്തിൽ വരുന്നത് ഏത്? ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. ഓർഡിനറി ലീവ് ഇനത്തിൽ വരുന്നത് ഏൺഡ് ലീവ്, ഹാഫ് പേ ലീവ്, കമ്മ്യൂട്ടഡ് ലീവ്, ലീവ് നോട്ട് ഡ്യൂ, ലീവ് വിത്തൗട്ട് അലവൻസ്. ഇവ സാധാരണ ലീവ് ഇനത്തിൽ വരുന്നതാണ്. മറ്റ് ലീവുകൾ സ്പെഷ്യൽ ലീവ് ഇനത്തിൽ വരുന്നതാണ്. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ്, മറ്റേണിറ്റി ലീവ്, പറ്റേണിറ്റി ലീവ്, ചൈൽഡ് അഡോപ്ഷൻ ലീവ്, ഹോസ്പിറ്റൽ ലീവ് തുടങ്ങിയവ സ്പെഷ്യൽ ലീവുകളാണ്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി അബവ്. അടുത്ത ചോദ്യം കമ്മ്യൂട്ടഡ് ലീവുമായി ബന്ധപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻ: കമ്മ്യൂട്ടഡ് ലീവ് ക്യാൻ ബി അവൈൽഡ് ഒൺലി ഓൺ. കമ്മ്യൂട്ടഡ് ലീവ് പ്രയോജനപ്പെടുത്താൻ വേണ്ട ഏറ്റവും കുറഞ്ഞ സർവീസ് എത്ര എന്നതിനെ പറ്റിയാണ് ചോദ്യം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കണം. KSR പാർട്ട് 1 റൂള് 86A പ്രകാരം സ്ഥിരം ജീവനക്കാർക്കും 3 വർഷം സർവീസ് പൂർത്തിയായവർക്കും കമ്മ്യൂട്ടഡ് ലീവ് അനുവദിക്കും. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. അടുത്ത ചോദ്യം വോളണ്ടറി റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. ചോദ്യം: ഇൻ കേസ് ഓഫ് വോളണ്ടറി റിട്ടയർമെൻറ്റ് മാക്സിമം സർവീസ് വെയിറ്റേജ് ആപ്ലിക്കബിൾ ഈസ്. വോളണ്ടറി റിട്ടയർമെൻറ്റ് കേസിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള മാക്സിമം സർവീസ് വെയിറ്റേജ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കാം. KSR പാർട്ട് 3 റൂള് 56ഉം 56Eയും വോളണ്ടറി റിട്ടയർമെൻറ്റിനെ പറ്റിയും അതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളെ പറ്റിയും പരാമർശിക്കുന്നു. 20 വർഷത്തെ ക്വാളിഫയിങ് സർവീസാണ് വോളണ്ടറി റിട്ടയർമെൻറ്റിന് അപേക്ഷിക്കുവാൻ വേണ്ടത്. 5 വർഷത്തെ വെയിറ്റേജ് ലഭിക്കും. വെയിറ്റേജ് നൽകുമ്പോൾ ക്വാളിഫയിങ് സർവീസ് 33 വർഷത്തിൽ കൂടാൻ പാടില്ല. അതുപോലെ സൂപ്പർ ആനുവേഷൻ റിട്ടയർമെൻറ്റ് ഡേറ്റും വോളണ്ടറി റിട്ടയർമെൻറ്റ് ഡേറ്റും തമ്മിലുള്ള വ്യത്യാസത്തെക്കാളും കൂടാൻ പാടില്ല വെയിറ്റേജ്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 5 years. അടുത്ത ചോദ്യം ഡെയിലി അലവൻസുമായി ബന്ധപ്പെട്ടതാണ്. ചോദ്യം: ഈ ഫ്രീ ബോർഡിംഗ് ആൻഡ് ലോഡ്ജിങ്സ് ആർ പ്രൊവൈഡഡ് ദെൻ DA അഡ്മിസിബിൾ ഈസ്. ബോർഡിങ്ങും ലോഡ്ജിങ്ങും ഫ്രീ ആയി പ്രൊവൈഡ് ചെയ്താൽ
അഡ്മിസിബിൾ ഡി എ എത്ര? ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. KSR പാർട്ട് 2 റൂള് 39 പ്രകാരം ബോർഡിങ്ങും ലോഡ്ജിങ്ങും ഫ്രീ ആയി പ്രൊവൈഡ് ചെയ്താൽ അഡ്മിസിബിൾ ഡി എ 1/4. ബോർഡിംഗ് മാത്രം ഫ്രീ ആയി പ്രൊവൈഡ് ചെയ്താൽ അഡ്മിസിബിൾ ഡി എ 1/2. അതുപോലെ ലോഡ്ജിംഗ് മാത്രം ഫ്രീ ആയി പ്രൊവൈഡ് ചെയ്താൽ അഡ്മിസിബിൾ ഡി എ 2/3. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 1/4 ഡി എ. അടുത്ത ചോദ്യം അവധിയുമായി ബന്ധപ്പെട്ടതാണ്. ചോദ്യം: ക്യാൻ ലീവ് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്? ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കണം. KSR പാർട്ട് 1 റൂൾ 65 റൂൾ 65ൻ്റെ നോട്ടും വ്യക്തമാക്കുന്നത് ലീവ് ഒരു അവകാശമായി ഉന്നയിക്കാൻ പാടില്ല. ലീവ് അനുവദിക്കുന്ന അധികാരിക്ക് ലീവ് നിരസിക്കാനും റദ്ദാക്കാനും അധികാരമുണ്ട്. എന്നാൽ ജീവനക്കാരൻ അപേക്ഷിച്ച അവധിയുടെ തരം മാറ്റാൻ അനുവാദമില്ല. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, നോ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.